കൊച്ചി വിമാനത്താവളത്തിലൂടെ ഇനി വളർത്തുമൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെയാണ് ഈ സൗകര്യം ലഭ്യമായത്. ഇതുവഴി ലാസ എപ്സോ ഇനത്തിൽപ്പെട്ട നായക്കുട്ടി ആദ്യമായി ദുബൈയിലെത്തിച്ചു. ആഭ്യന്തര റൂട്ടുകളിൽ മൃഗങ്ങളെ കൊണ്ടുപോകുവാനും കൊണ്ടുവരാനുമുള്ള അനുമതി മാത്രമേ ഇതുവരെ സിയാലിന് ഉണ്ടായിരുന്നുള്ളൂ. പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാനാകും. പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിൽ കാർഗോ വഴിയാണ് മൃഗങ്ങളെ കൊണ്ടുപോകുക. ഈ സൗകര്യം ഉപയോഗിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ രാജേഷിന്റെയും കവിതയുടെയും വളർത്തുനായ ലൂക്ക ആദ്യമായി ദുബായിലേക്ക് പറന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ഖത്തർ എയർവേസിലാണ് ലൂക്ക ദോഹയിലെത്തിയത്. ഇതോടെ വളർത്തുമൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സൗകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി. പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെ മികച്ച സൗകര്യങ്ങളാണ് സിയാലിൽ ഒരുക്കിയിരിക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, ശീതീകരിച്ച സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, വെറ്റിനറി ഡോക്ടർമാർ, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം എന്നിവയെല്ലാം ഇപ്പോൾ സിയാലിൽ സജ്ജമാണ്. വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യുവാനുള്ള അനുമതിക്കായും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ആനിമൽ ക്വാറന്റൈൻ കേന്ദ്രം സ്ഥാപിച്ചു വരികയാണ്. വളർത്തുമൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുവാനുള്ള അനുമതി ലഭിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.